നമസ്കാരം. നവഗ്രഹ ജ്യോതിശാലയത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങൾ തരുന്ന പിന്തുണയ്ക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അവസരത്തിൽ വീണ്ടും ലൈക്കുകളും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോകൾക്കായി ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ രാജയോഗമാണ്. ഈ കർക്കിടക മാസത്തിൽ കർക്കിടകം 5 കഴിയുന്നോടെ തെളിഞ്ഞു വരുന്ന രാജയോഗം ചോതി നക്ഷത്രക്കാർക്ക് 31 ദിവസം അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടം. കർക്കിടക മാസം തുടക്കം കുറിച്ചപ്പോൾ തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണങ്ങളും മാറ്റങ്ങളും സംഭവിക്കുന്നൊരു സമയമാണ്. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക. ദീർഘകാലമായി മാറാതിരുന്ന അസുഖങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അത് മാറുന്നതിനുള്ള സമയമാണ് ചോതി നക്ഷത്രക്കാർക്ക്. ഇപ്പോൾ ഈ രാജയോഗം പൂർണ്ണമായും ചോതി നക്ഷത്രക്കാർ പ്രയോജനപ്പെടുത്തുക. ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറ്റി. വേദജ്യോതിഷത്തിൽ രാജയോഗം എന്നത് ഭാഗ്യത്തിലോ പദവിയിലോ പെട്ടെന്ന് ഉയർച്ച കൊണ്ട് വരുന്ന ഒന്നാണ്. പലപ്പോഴും ഈ കർക്കിടകത്തിൽ വ്യാഴം, ഗുരു, ശനി എന്നിവ ഉൾപ്പെടുന്ന പ്രത്യേക വിന്യാസങ്ങൾ മൂലം സംഭവിക്കുന്ന രാജയോഗത്തിൽ ചോതി നക്ഷത്രക്കാർക്ക് ഗുണപരമായ പല മാറ്റങ്ങളിലേക്കാണ് കടന്നിരിക്കുന്നത്. അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ചോതി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത്. ചോതി നക്ഷത്രക്കാർക്ക് മികച്ച തുടക്കങ്ങളുടെ കാലമാണ് കാത്തിരിക്കുന്നത്. മുങ്ങിപ്പോയ പല കാര്യങ്ങളും അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന പല കാര്യങ്ങളും എല്ലാം പൊങ്ങി വന്ന് അല്ലെങ്കിൽ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. എന്ത് കാര്യം ആരംഭിക്കുന്നതിന് ഏറ്റവും മികച്ച സമയമാണിത്. ബിസിനസ് തുടങ്ങാനും കച്ചവടം തുടങ്ങാനും ചിട്ടി പോലുള്ള വ്യവസായങ്ങൾ തുടങ്ങാനൊക്കെ നല്ല സമയമാണ്. എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ അനുകൂലമായിരിക്കും. സാമ്പത്തികമായി നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഈ സമയം അനുകൂലമായി മാറുന്നു. ലോട്ടറി ഭാഗ്യം വളരെ സാധ്യത കൂടിയ ഒന്നാണ്. ലോട്ടറി ടിക്കറ്റ് എടുക്കുക എന്ന് വെച്ച് വില കൂടി വലിയ ടിക്കറ്റൊന്നും എടുക്കണ്ട. അത്യാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ടിക്കറ്റ് എടുക്കുക. എന്തെങ്കിലും പ്രൈസ് അതിനകത്ത് ലഭിക്കുന്നതാണ്, ഉറപ്പാണ്. അപ്പം അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് ആർക്കെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചോതി നക്ഷത്രക്കാരുടെ ഒരു അനുകൂല സമയം കൊണ്ട് അവർക്കും അതിൻ്റെ ഗുണം ലഭിക്കുന്നതാണ്. ചോതി നക്ഷത്രക്കാർക്ക് അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കണ്ടെത്തുന്ന ഒരു കാലഘട്ടമാണിത്. വളരെ വളരെ അനുകൂലമായ ഒരു സമയമാണ്. ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഞാൻ പതിവ് പോലെ പറയുന്നത് പോലെ തന്നെ തിരുമേനിമാർക്ക് ദക്ഷിണ കൊടുത്ത് പേരും നാളും പറഞ്ഞ് അവിടെ ഒരു പൂജ നടത്തുക. ഏതെങ്കിലും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പൂജ നടത്തുന്നത് നല്ലതാണ്. ഭാഗ്യം കടാക്ഷിക്കും. ചെറിയ ചെറിയ തടസ്സങ്ങൾ, കണ്ണുദോഷം ഒക്കെ മാറിപ്പോവാൻ വളരെ നല്ലതാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പൂജകൾ നടത്തുന്നത്, ക്ഷേത്രത്തിലെ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കുന്നതും, ക്ഷേത്രമായി ബന്ധപ്പെട്ട് ചിറ്റമ്പലത്തിൽ ജോലി ചെയ്യുന്ന അവിടുത്തെ അവർ ഉപജീവനം തൻ്റെ ക്ഷേത്ര വരുമാനമാണ്. അതുകൊണ്ട് അവർക്കും എന്തെങ്കിലും ദക്ഷിണ പോലെ കൊടുത്ത് സഹായിക്കുന്നത് അവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവും. പിന്നീട് അന്യമതസ്കരായ അവർക്കും ക്ഷേത്രങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കൾ മുഖേന പേരും നാളും പറഞ്ഞ് വഴിപാട് കഴിക്കുന്നത് വളരെ വളരെ നല്ലതാണ്. മുരുകക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ്. ഈ സമയം പരമാവധി ചോതി നക്ഷത്രക്കാർ പ്രയോജനപ്പെടുത്തുക. ഈ രാജയോഗത്തിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ നേട്ടം ലഭിക്കുകയുള്ളൂ. അല്ലാതെ എനിക്ക് രാജയോഗമുണ്ട് എന്നും പറഞ്ഞ് നമ്മളിരുന്നാൽ നമുക്കൊന്നും നേടത്തില്ല. ചെറിയ ചെറിയ തടസ്സങ്ങൾ മാറ്റിയെടുക്കുക. അതുകൊണ്ട് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതാണ്. ഈ ചാനൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.